വെൽക്കം ടു ഫീവിയാസ് കിച്ചൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അമേരിക്കൻ പത്തിരി അല്ലെങ്കിൽ ഇറാനി പോള. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ബീഫാണ്. ബീഫ് അല്ലെങ്കിൽ ചിക്കനോ രണ്ടു വെച്ചിട്ടും ഉണ്ടാക്കാം. ഇതിപ്പം 250 ഗ്രാമാണ് വേണ്ടത്. ഇതത്രയും ഇല്ല, കാരണം എൻ്റെ അടുത്ത് ഓൾറെഡി മാഷ് ചെയ്തിട്ട് വെച്ചിട്ടുള്ള കുറച്ചുണ്ട്. അപ്പോൾ അത് ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വേവിച്ചത്. 2 വലിയ ഉള്ളി, ഒരു കഷ്ണം ജിഞ്ചർ, കുറച്ച് ഗാർലിക്, ക്യാപ്സിക്കം ഓപ്ഷണൽ ആണ്, അപ്പോൾ ഡെക്കറേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത് എടുത്താൽ മതി. മല്ലിയില, പച്ചമുളക് ചോപ്പ് ചെയ്തത്, 4 മുട്ട, 1 കപ്പ് മൈദ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1 കപ്പ് പാല്, 3/4 കപ്പ് ഓയിൽ. നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കാം. പാൻ ചൂടായി വരുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വന്നിക്കണേ, അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഒന്ന് പകുതി വാടി വരുമ്പോൾ അതിലേക്ക് ജിഞ്ചറും ഗാർലിക്കും ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഗരം മസാലപ്പൊടി ആഡ് ചെയ്യണം. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. ഇന്നിപ്പം ഫില്ലിങ് റെഡിയായിന്ന്. ഇനി നമുക്ക് ബാറ്റർ റെഡിയാക്കാം. ബാറ്ററി റെഡിയാക്കാം. അതിനാദ്യം മിക്സി എടുത്തിട്ട് അതിലേക്ക് മുട്ട പൊട്ടിച്ചിടാം. മൈദ ഇട്ടെടുക്കാം. പാലൊഴിക്കാം. ഓയിലും ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ബാറ്ററിന് 2 ബൗൾ വെച്ചിട്ട് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഈ ഫില്ലിങ്ങും 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായിട്ട് വരുമ്പോൾ
അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തു നിന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പകുതി മാവ് എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളതിൽ ഒരു പോർഷനാണ് പൊഴിച്ചത്. ഇനി ഇതിനൊന്ന് നന്നായിട്ട് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. സിമ്മിലാണ് ഈ 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിന് അടി നല്ല കട്ടിയുള്ളൊരു പാന് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് മാറ്റി കൊടുക്കാം. അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ഫില്ലിങ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിനൊന്ന് നന്നായിട്ട് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കണം. അത് കഴിഞ്ഞിട്ട് അതിന് മുകളിലേക്ക് ബാക്കി ബാറ്ററും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കണം. ഇനി ബാക്കിയുള്ള ഫില്ലിങ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ബാക്കി ഫില്ലിങ്ങും കൂടെ മുകളിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് മുകളിൽ വലിയ വിതറാണ്. ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് 15 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ 15 മിനിറ്റ് അല്ല, ഏകദേശം അരമണിക്കൂർ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് റെഡി ആയിട്ട് വന്നത്. ഇനി ഇതിനൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാണ്. തിരിച്ചെടുക്കുകയാണ്. ഇനി ഈ ഭാഗം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പം ഈ പാനിൽ ഉള്ള ചൂടിൽ തന്നെ ഒന്നും കൂടെ തിരിച്ചു വെക്കാം. ഇത് ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ട്. അത് ഞാൻ ഇടക്കൊന്ന് ഫ്ലെയിം കൂട്ടിയതാണ്. അപ്പോൾ ഫുള്ള് സിമ്മിൽ വെച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത്. നമ്മൾ അമേരിക്കൻ പത്തിരി അല്ലെങ്കിൽ ഇറാനി പോള റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോക്കായി പ്ലീസ് സബ്സ്ക്രൈബ്.